ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ നമ്മുടെ നീലിമ പറയുകയാണ്, രണ്ടുപേരും കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാ. ഇവൻ എന്നെ ഇഷ്ടവുമാണ്, പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് കാനഡ ചെന്നപ്പോഴാണ് മനസ്സിലായത്. എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ കാനഡയ്ക്ക് വരില്ലായിരുന്നോ, എന്നെ വിവാഹം കഴിക്കത്തില്ലായിരുന്നോ? ഇവനെ ഇവളെയും കെട്ടി സുഖമായിട്ട് ഇവിടെ കഴിയുന്നു, എന്നെ വഞ്ചിച്ചു. അപ്പൊ ഞാനാണോ തെറ്റ് ചെയ്തത്, ഇവനാണോ തെറ്റ് ചെയ്തത്? അതൊന്ന് പറ. അപ്പോഴേക്കും നമ്മുടെ സുധി പറഞ്ഞു, എടി എന്തൊരു കള്ളവാടി നീ ഈ പറയുന്നത്. ദേ എടി പൊടി എന്നൊന്നും എന്നെ വിളിക്കരുത് കേട്ടോ. ഇത് നീ കണ്ട പഴയ നീലിമയല്ല, ഇത് പുതിയ നീലിമയാ. അറിയാം, അറിയാടി. നീ ക്രിമിനൽ നീലിമയാ, ഫ്രോഡ് നീലിമയാ. ഇപ്പൊ നീ ഇതൊക്കെയല്ലേ? അപ്പോഴത്തേക്കാണെങ്കിൽ വക്കീല് പറഞ്ഞു, നീലിമയുടെ വക്കീല് പറഞ്ഞു, അത് പിന്നെ ഇദ്ദേഹം സാക്ഷിയും തെളിവുകളൊന്നും ഇല്ലാതെയാണ് നീലിമേനെ കിടന്ന് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ സാക്ഷികളും തെളിവുകളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ FIR ആയിട്ട് ഇവളെ കോടതിയിൽ ഹാജരാക്കണം. ദേ ശ്രുതിയെ കബളിപ്പിച്ചിട്ട് ഇവൾ 50 ലക്ഷം രൂപ കയ്യിലാക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവ് ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചോളാം. അതുകൊണ്ട് ഇത് FIR ഇട്ടേ പറ്റൂ, കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അപ്പോഴത്തേക്കാണ് വീണ്ടും പോലീസ് ഓഫീസർ പറഞ്ഞത്, അല്ല നീലിമ, നിന്നെ ചതിച്ച് ഇവന് വേറെ കല്യാണം കഴിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇവന് നിനക്ക് 50 ലക്ഷം രൂപ തരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, 6 മാസം കൂടെ താമസിച്ചില്ലേ, അതിന് പ്രതിഫലമായിട്ടാണ് ഇയാൾ എനിക്ക് 50 ലക്ഷം രൂപ തന്നത്. അയ്യേ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പോലീസുകാരും ചോദിക്കാറ് കേട്ടോ. ആ ഓഫീസർ ചോദിക്കാണ് നീലിമയോട്. കാരണം നീലിമ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ആർക്കാണെങ്കിലും ദേഷ്യം വരും. 6 മാസം കൂടെ കഴിഞ്ഞതിന് 50 ലക്ഷം രൂപ കൊടുക്കുക, അത് നമ്മുടെ നീലിമ കൈപ്പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റത്തെ വൃത്തികേടായി പോയില്ലേ. ഏതായാലും ഇത് കേട്ടിട്ട് പോലീസുകാർക്ക് പോലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ വക്കീല് നീലിമേനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്താ മേഡം ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. ദേ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ തന്നെ സ്പോയിൽ ചെയ്യുക, മോശം പേര് വരും നിങ്ങൾക്ക്. ദേ ഞാനൊരു കാര്യം പറയാം, ഇത് കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാ. നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക, ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീലിമേനെ വീണ്ടും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ വക്കീല് പറഞ്ഞു, അതെ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ നിങ്ങളുടെ തീരുമാനം എന്നാണ് സുധിയോട് ചോദിച്ചത്. അപ്പൊ സുധി പറഞ്ഞു, അതെ ഉറപ്പാണ്, എന്റെ ക്യാഷ് എനിക്ക് തന്നില്ലെങ്കിൽ സ്റ്റേഷൻ വിട്ട് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവളെ സ്റ്റേഷനല്ല, ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നീലിമയ്ക്ക് വീണ്ടും ദേഷ്യം കൂടുകയാണ് കേട്ടോ. നീലിമ, ഓഹോ, എന്നെ വിടില്ലല്ലേ നീ, കാണാം ഞാൻ ഇന്ത്യ വിട്ട് പുറത്തു പോകുക തന്നെ ചെയ്യുന്നൊക്കെ ഇങ്ങനെ നീലിമ വീണ്ടും ഓരോന്നിങ്ങനെ വാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെ രേവതിനെയാണ്. സച്ചിൻ രേവതി ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണല്ലോ. സത്യം പറഞ്ഞ നിസ്സാര കേസാ, ഒരു 500 രൂപ ഫൈൻ അടിച്ച് ആ ഒരു വണ്ടി എടുത്തോണ്ട് പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏതോ ഒരു ഓഫീസർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, എനിക്ക് സമയദോഷം വന്ന് തോന്നുന്നു സച്ചേട്ടാ. നിനക്ക് മാത്രമേ ഉള്ളോ, മറ്റുള്ളവർക്ക് സമയദോഷം ഒന്നുമില്ലേ? ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ദേ ആദ്യം പൂക്കട എടുത്തോണ്ട് പോയി, ഇപ്പൊ ദേ വണ്ടി പിടിച്ചെടുത്തു. അപ്പൊ പിന്നെ എനിക്ക് സമയദോഷം അല്ലാതെ നല്ല കാലമാണോ? ഞാൻ സ്വന്തം തൊഴിലെടുത്ത് ജീവിക്കണ്ട എന്ന് ദൈവം തീരുമാനിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ, ദൈവമാണോ വണ്ടി ഇടാണ്ട ഈ വണ്ടി സോറി, നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചേക്കുന്ന സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് പോയത് ദൈവമല്ലല്ലോ, നീയല്ലേ? എന്നിട്ട് നീ ദൈവത്തിനെ പഠിക്കുന്നത് എന്തിനാ? അല്ല സച്ചേട്ടാ, ഞാൻ തമാശ ഒന്നും അല്ല പറയുന്നത്. സച്ചേട്ടൻ എന്താ മനസ്സിലാക്കാത്തത്? ദൈവത്തിന് ഇപ്പൊ എന്നെ ഇഷ്ടമല്ല, അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. എനിക്ക് വരുന്ന എല്ലാ വഴികളും ദൈവം അടയ്ക്കുക. അതാ ദൈവത്തിന്റെ ഒറ്റ ഉദ്ദേശം. ഓരോരോ പ്രശ്നങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്, അത് സച്ചേട്ടന് അറിയാലോ. നിനക്ക് മാത്രമല്ല രേവതി, ഈ ലോകത്ത് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതൊക്കെ നീ വിട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ദിവസവും അവരെത്രയോ വണ്ടികൾ പിടിച്ചെടുക്കുന്നു, അവർക്കൊക്കെ ദൈവം ശിക്ഷ കൊടുക്കുന്നതാണെന്നാണോ നീ പറയുന്നത്? വണ്ടി നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിട്ടിട്ട് എന്തിനാ ദൈവത്തെ പഴിക്കുന്നത്? എന്റെ തെറ്റ് തന്നെയാ, അതെനിക്കറിയാം സച്ചേട്ടാ, ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു.
വണ്ടി വാങ്ങി അധിക ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. അതിനിടയിൽ ഇങ്ങനെയൊക്കെ എനിക്കറിയില്ല. രേവതി ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. നമ്മളറിയാതെ ഇങ്ങനെ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടും. ഇനി അത് ആവർത്തിക്കാതിരിക്കുക. നമ്മൾ ഇതൊരു അനുഭവമായിട്ട് എടുക്കുക. അല്ലാതെ അത് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആ ഓഫീസർ വരട്ടെ, നമുക്ക് സംസാരിക്കാമല്ലോ. ഫൈൻ അടച്ചാല് അദ്ദേഹം വണ്ടി തരുമായിരിക്കും. അല്ല സച്ചേട്ടന് ഇന്നത്തെ ദിവസം വേസ്റ്റ് ആയില്ലേ? ജോലി ചെയ്യേണ്ട സമയത്ത് ഇവിടെ വന്നിങ്ങനെ വെറുതെ നിൽക്കുകയല്ലേ? ഉം ഉം അപ്പൊ പിന്നെ ഞാൻ ജോലിക്ക് പോട്ടെ. എന്നാ നിനക്ക് സമാധാനമാവോ? ആ എങ്കിൽ പിന്നെ എങ്കിൽ പിന്നെ സച്ചേട്ടൻ പൊക്കോ. ഞാൻ ആ സാറിനെ കണ്ട് വണ്ടിയും മേടിച്ചോണ്ട് വന്നോളാം. ഓ എന്റെ പൊന്നി രേവതി, നീ ഒന്ന് ചുമ്മാതെ ഇരിക്കുക. നിന്നെ ഇവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ പോകുന്ന കരുതിയോ? ദേ ഇന്നത്തെ ദിവസം ജോലിയല്ല മുഖ്യം. വണ്ടി മേടിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. നീ ടെൻഷൻ അടിക്കാതിരിക്കുക. ഒരു ടെൻഷനും വേണ്ട. ഞാനില്ലേ നിനക്ക്? പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? എന്തിനും ഏതിനും ഞാൻ നിനക്കുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ മനസ്സും ഒക്കെ അങ്ങ് നിറഞ്ഞു കേട്ടോ. രേവതി നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് അങ്ങ് കയറി പിടിച്ചു. കയ്യിലേക്ക് പിടിച്ചിട്ട്, സച്ചേട്ടാ എനിക്ക് വേറെ ഒന്നും വേണ്ട. സച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ ഈ വാക്കുകള് മാത്രം മതി. കാരണം ഈ വാക്കുകളിലെല്ലാം ഉണ്ട് എൻ്റെ സച്ചേട്ടൻ എനിക്ക് ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് പറയാ, ഈ വാക്ക് മാത്രം മതി എനിക്ക്. വേറൊന്നും എനിക്ക് വേണ്ട. ഇപ്പം വണ്ടി കിട്ടുന്നതിനേക്കാൾ ഉണ്ടാകുന്ന സമാധാനമില്ലേ, അതിനേക്കാളും എനിക്ക് ഉള്ള സന്തോഷമാണ് ഇപ്പൊ ഉണ്ടായത്. സച്ചേട്ടൻ്റെ ഈ വാക്കുകൾ കേട്ട്. ഓ എൻ്റെ രേവതി, നീ ഇങ്ങനെ വിഷമിക്കാതെ എന്ന് ഞാൻ കൂടെ ഇല്ലേ നിന്റെ? പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്ക് എന്തും ഏതും വന്നാലും ഈ സച്ചി നിന്റെ കൂടെ തന്നെ കാണും. അതെ, അത് നീ മറക്കരുത്. അത് നീ മനസ്സിൽ കരുതിയിട്ടോ എന്ന് പറയുകയാണ്. ഏതായാലും സച്ചിക്ക് രേവതിക്ക് സന്തോഷമായിട്ട് ഈ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീണ്ടും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നീലിമേനെയും സുധീനെയും ശ്രുതിനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ നീലിമ പറയാ, സാറേ നാളെ എനിക്ക് കാനഡയിലേക്ക് തിരിച്ചു പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ പോട്ടെ, എനിക്ക് ഇവിടെ നിന്നാൽ ടൈം കിട്ടത്തില്ല. അപ്പൊ സുധി പറഞ്ഞു, സാർ എന്റെ ക്യാഷ് തരാതെ ഇവളെ വിടരുതുട്ടോ സാറേ. ഭാഗ്യത്തിന് കൈ കിട്ടിയതാ. ഇപ്പൊ ഇവളെ വിട്ടാൽ ഇവളുടെ പൊടി പോലും പിന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഇവളെ അത്രയ്ക്ക് ക്രൂരയാ, അത്രയ്ക്ക് വഞ്ചകിയാ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയല്ല നീലിമ പറയുന്നത്, അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ആയിട്ടാ. അതുകൊണ്ട് എനിക്ക് അതെല്ലാം ശരിയാക്കിയിട്ട് നാളെ തന്നെ തിരിച്ചു പോകണം. കാനഡയിൽ ഞാനൊരു ബിസിനസ് നടത്തുക. അവിടെ എനിക്ക് കുറെ ജോലിയുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സമയം കളയാൻ പറ്റില്ല. പ്ലീസ് സാർ എന്നെ വിട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, ദേ കേട്ടല്ലോ സാറേ, ശ്രുതിയുടെ ക്യാഷ് കൊണ്ട് ഇവള് കാനഡയിൽ ബിസിനസ് തുടങ്ങി, നാട്ടിൽ വന്ന് സ്ഥലം മേടിക്കുന്നു. ഓഹോ, ഇവള് സുഖമായിട്ട് സന്തോഷത്തോടു കൂടി കഴിയുക. എൻ്റെ ഭർത്താവിന്റെ പൈസ എടുത്തിട്ട് ക്യാഷ് നഷ്ടപ്പെട്ടതിന്റെ വിഷമം അത് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. സാർ അതൊന്ന് മനസ്സിലാക്കുക സാറേ. ഇവള് സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാനാണ് ഇവള് പോകുന്നത്. ഇവൾ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ. ശ്രുതിയുടെ ക്യാഷ് കൊടുത്തിട്ട് ഇവളോട് പോകാൻ പറ, ഈ കള്ളിയോട് പോകാൻ പറ. അപ്പോഴത്തേക്ക് നീലിമ പറഞ്ഞു, നീ എന്താ പറഞ്ഞത്, കള്ളിന്നോ? വേണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ എന്താ കള്ളിയല്ലേ? നീ അധ്വാനിച്ചിട്ടല്ലല്ലോ ക്യാഷ് ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് ശ്രുതിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുക. പിന്നെ സാർ, ഞാൻ എന്തിനാ ഇവരോട് സംസാരിക്കണം? ഞാൻ സംസാരിക്കുന്നില്ല, സാറിനോട് സംസാരിക്കുക. സാർ ക്യാഷ് തരില്ലെന്ന് ഇവരോട് പറഞ്ഞേരെ. അപ്പോഴത്തേക്ക് നമ്മുടെ വക്കീല് പറഞ്ഞു, ഞാൻ ഇനി സംസാരിക്കാം. മേഡം നല്ല തിരക്കിലാണെന്ന് പറഞ്ഞല്ലോ, നാളെ തന്നെ കാനഡയിലേക്ക് തിരിച്ചു പോകണം. അവിടെ ചെന്ന് ബിസിനസ് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മേഡം വരും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഈ കാര്യം സംസാരിക്കാം, അതുപോലെ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, നല്ല വക്കീൽ സാറ്, നല്ല ഐഡിയ, നല്ല സൂപ്പർ ഐഡിയ. എങ്ങനെയെങ്കിലും ഇവളെ രക്ഷപ്പെടുത്തി കാനഡയിലേക്ക് പറഞ്ഞയക്കണം. അതല്ലേ വക്കീലിന്റെ ലക്ഷ്യം. മനുഷ്യത്വം ഇല്ലേ വക്കീലിന്. കാനഡയിലേക്ക് പോയാൽ പിന്നെ ഇവൾ ഈ ജന്മ ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇവൾ ആരാ മോളെന്നേ ഞാൻ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. എന്റെ ക്യാഷ് തരാതെ ഇവൾ ഈ സ്റ്റേഷനിൽ നിന്ന് പോലും പുറത്തു പോകാൻ പാടില്ല സാറേ. പിന്നെയല്ലേ ഇവൾ ഇന്ത്യ വിറ്റ് കാനഡയ്ക്ക് പോകുന്നത്. ഞാൻ സമ്മതിക്കില്ല. എന്റെ പൈസ തരാതെ ഒരടി ഫ്രണ്ടിലേക്ക് നീങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാഷ് എനിക്ക് വേണം. ഇനിയെങ്കിലും എന്റെ ക്യാഷ് എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ ഒരുപാട് അപമാനപ്പെട്ടതാ എൻ്റെ അച്ഛന്റെ മുമ്പില്, എൻ്റെ വീട്ടുകാരുടെ മുമ്പില്. എനിക്കതും കൊണ്ട് ക്യാഷ് കിട്ടണം എന്ന് പറഞ്ഞ് തറപ്പിച്ച് നമ്മുടെ ശ്രുതി പറയാം. വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ, ഈ രേവതിയെയാണ്. അങ്ങനെ നമ്മുടെ രേവതി വീണ്ടും സച്ചിയോട് ചോദിക്കുക, ആ സാർ ഇതുവരെ വന്നില്ലല്ലോ, ഇന്നിനി വരില്ലേ? എത്ര നേരമായി? നമ്മളല്ലേ ആവശ്യക്കാരെ, വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹം നോ പാർക്കിങ്ങിലെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയൊക്കെ പൊക്കിയെടുത്തോണ്ട് വരാൻ വേണ്ടി പോയതായിരിക്കും അല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. അപ്പം രേവതി ചോദിച്ചു, എന്താ സച്ചേട്ടാ നോക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് നോക്കി പോയതാന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് വേറൊരു പോലീസ് വരികയാണ് കേട്ടോ.
അപ്പൊ നമ്മുടെ സച്ചിക്ക് ചെറിയ പരിചയമുള്ള പോലീസുകാരൻ കണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി എന്ത് ചെയ്തു, ഓ ഇയാള് ഈ സ്റ്റേഷനിലായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ അയാളുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ രേവതി ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്റെ ഒരു പരിചയക്കാരനാ, എനിക്ക് അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ സച്ചി അയാളുടെ അടുത്തേക്ക് പോയി, രേവതിയും പുറകെ പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിനെ കണ്ട ഉടനെ തന്നെ എന്താ സച്ചി ഇവിടെ സുഖമാണോ സച്ചിക്ക്? അല്ല സാർ എന്താ ഇവിടെ, സാർ ഈ സ്റ്റേഷനിലാണോ? ആ അതെ ഇപ്പൊ ഞാൻ ഇവിടെയാ. അല്ല നീ എന്താ ഇവിടെ, നീ ആരെങ്കിലും പിടിച്ചടിച്ചോ? ഏയ് അടിക്കേസൊന്നും അല്ല സാറേ. ഉം അതെ അടിക്കേസൊക്കെ പണ്ട്, ഇപ്പൊ ഞാന് അടിക്കേസിനൊന്നും പോകാറില്ല. ദേ ഇതെന്റെ ഭാര്യ, ഇവളുടെ വണ്ടി ഇവിടെ പിടിച്ചോണ്ട് വന്നു. നോ പാർക്കിംഗ് എടുത്താ ഇവള് പാർക്ക് ചെയ്തത്, അതും കൊണ്ടാ പിടിച്ചോണ്ട് വന്നത്. സാർ ഇവിടെ ഉള്ളത് ഭാഗ്യായി. സാറ് വിചാരിച്ചാല് വണ്ടി തിരികെ തരാൻ പറ്റില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ ട്രാഫിക് എക്സൈസ് സാറ് വരണമെന്നാ ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തെ കുറെ നേരമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ആ പോലീസുകാർ പറഞ്ഞു, അത് പിന്നെ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല സച്ചി, അതിന് ട്രാഫിക് എസ്ഐ തന്നെ വരണം, ഇല്ലാതെ പറ്റില്ല. അങ്ങനെ അങ്ങനെ നമുക്ക് കൊടുക്കാനുള്ള വശമോ അതുപോലെ തന്നെ നിയമമോ ഒന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അയ്യോ സോറി സാറേ, വേറൊന്നും കൊണ്ടും അല്ലാട്ടോ ചോദിച്ചത്, ഒന്നും തോന്നരുതെന്ന് പറഞ്ഞപ്പോ ഹേയ് ഒന്നുമില്ല സച്ചി, അത് സാരമില്ല, ഏതായാലും ട്രാഫിക് പോലീസ് അതായത് ട്രാഫിക് എസ് ഐ വരട്ടെ, എന്നിട്ട് നമുക്ക് മേടിക്കാന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. എന്നിട്ട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ നീലിമേനെയും അതുപോലെ തന്നെ ശ്രുതിനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പറയാ, സാർ ഇവള് ക്യാഷ് തരില്ലെന്നല്ലേ പറയുന്നത്, ഇനി നമുക്ക് കോടതി കാണാം, ദേ ഇവളെ അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കുക, നമുക്ക് കോടതിയിൽ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം, അല്ലാതെ ഈ കേസുമായിട്ട് ഒരു ഒത്തുതീർപ്പാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നേരം ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഈ കേസ് ഒരു ഒത്തുതീർപ്പിൽ പോകുമെന്ന്. പക്ഷെ ഇവള് അമ്പിലും ഇല്ലിലും അടുക്കില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ സമയം കളയണോ സാറേ? ഞങ്ങൾക്ക് നേരെ ഞങ്ങൾക്ക് ഒരു വക്കീലിനെ തയ്യാറാക്കി ദേ ഇവളെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോവാ, ഞങ്ങൾ ആ വക്കീലിനെ വെച്ച് വാദിച്ചോളാം, ഞങ്ങൾ തെളിവുകളെല്ലാം അവിടെ സമർപ്പിച്ചോളാം എന്ന് സാറിനോട് പറഞ്ഞല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഇവളെ അറസ്റ്റ് ചെയ്യണം, ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തതാണ്, അതുകൊണ്ട് ഇവളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞു, ശോ അത് കുറച്ച് കഷ്ടമായി പോകൂലോ നീലിമ, ഇവരിങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്താല് പിന്നെ കാനഡയിലേക്ക് പോകാൻ പറ്റില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നീലിമ, കോടതിയിൽ എത്താതെ ഇതിവിടെ തീർക്കുന്നത് നല്ലത്, അതായിരിക്കും നീലിമ നിനക്ക് നല്ലത്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, വേണ്ട സാറേ, അത് ഇവിടെ തീരില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ദേ ഇവിടെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവളാരാ, ഇവക്ക് അതിന് പറ്റത്തില്ലെന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ കോടതിയിലേക്ക് പോകാം, പിന്നെ ഇവക്ക് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ, ഇവിടെ വെച്ച് തന്ന പൈസ തരുവാണെങ്കിൽ ഓക്കെ ഞങ്ങൾ കേസ് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാ, വക്കീലിനെ കാണുക, ഞങ്ങൾ കോടതിയിലേക്ക് പോവുക. ശ്രുതി പറഞ്ഞതല്ലോ അത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശ്രുതിക്ക് വേറൊരു കോള് വന്നപ്പോ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി പോയിട്ടോ. നീലിമ ആൻസർ ഒന്നും പറയാതെ ആകെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഏതോ ആരോ വിളിച്ചായിരുന്നു, അപ്പം അതിനാണ് പുറത്തേക്ക് ഇറങ്ങി പോയത്. കോള് വന്നല്ലോ, അങ്ങനെ പെട്ടെന്ന് കോൾ എടുത്തിട്ട് അതെ ഞാൻ ശ്രുതി തന്നെയാ എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇവിടുന്ന് പറയാ, അത് പിന്നെ സാറേ കാനഡയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അതാ പറഞ്ഞത്, സാറൊന്ന് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാൻ സാറെന്നൊക്കെ പറയാം. അപ്പം കാനഡയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഏജൻസി ആട്ടോ വിളിച്ചത് നമ്മുടെ ശ്രുതിനെ. അപ്പൊ ശ്രുതി അവരോടാണ് പറയുന്നത്, ഞാൻ ഉടനെ തന്നെ ക്യാഷുമായിട്ട് എത്താന്ന്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിനെയാണ്. അപ്പൊ മറ്റേ ആ പോലീസ് ഓഫീസർ നമ്മുടെ സച്ചിയോട് പറയുന്നത്, പേടിക്കൊന്നും വേണ്ട, നമുക്ക് ട്രാഫിക് എസ് ഐ വന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ ഡീൽ ചെയ്യുകയാണ് കേട്ടോ. രേവതിക്ക് സച്ചിക്ക് ഏകദേശം കുറച്ച് സമാധാനം ഒക്കെ ആയി. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ട്രാഫിക് എസ് ഐ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതിനെയാണ് കാണിക്കുന്നത്. അപ്പം ശ്രുതി പറയാണ്, അത് പിന്നെ അതായത് ഫോണിൽ കൂടെ പറയാണ്, സാറേ ഞാൻ ക്യാഷുമായിട്ട് നേരിട്ട് അങ്ങോട്ട് വരാം, ഞാനിപ്പോ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ ശ്രുതി വീണ്ടും പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് തന്നെ കയറി പോവാണ്. അങ്ങനെ നീലിമയോട് പറഞ്ഞു പോലീസ് ഓഫീസർ, ഞാൻ ഇത്രയും നേരം ക്ഷമയോടെ നിങ്ങൾ പറയുന്നത് കേൾക്കുമായിരുന്നു, ഞാനൊരു മണ്ടനായ പോലീസ് ഓഫീസറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയുന്നതൊക്കെ അമ്പാടെ അങ്ങ് വിഴുങ്ങാനായിട്ട് ഒരിക്കലുമല്ല, ഒരു സ്ത്രീ എന്ന പരിഗണന വെച്ചാ ഞാൻ നിങ്ങളോട് ഇത്രയും നേരം പെരുമാറിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടത്. നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പൊ ഒരു ആണായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പം ക്യാഷും കൊടുത്തതിന് സത്യവും പറഞ്ഞേനെ. ഓഹോ എന്താ സാറിനെ ഭീഷണിപ്പെടുത്തുകയാണോ? ദേ മറ്റൊരു രാജ്യത്താണെങ്കിലും ദേ ഈ മണ്ണിന്റെ മകള് തന്നെയാ ഞാനും. ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം സാറേ. ഓഹോ നിനക്ക് ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാല്ലേ? ഓഹോ എടി ഒരുത്തനെ കബളിപ്പിച്ച 50 ലക്ഷം തട്ടിയെടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് മറ്റാരും പറഞ്ഞു തരേണ്ട കാര്യമില്ലായിരിക്കുമല്ലോ. അപ്പം നിനക്ക് നിയമം നന്നായിട്ട് അറിയാലോ. അപ്പം എങ്കിൽ പിന്നെ കൂടുതലൊന്നും ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ദേ
ഇനി ഞാനൊരു കാര്യം പറയുക, ഇത് ഇവിടം കൊണ്ട് തീരുന്ന പ്രശ്നമില്ല. ഇനി നിന്നെ അറസ്റ്റ് ചെയ്യാണ്, അതല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. പിന്നെ നീ ഇവരെ ചതിച്ച് ക്യാഷ് കൈക്കലാക്കിയതാണെന്നുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ രീതിയിലും നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പഴുതുകളും ഉണ്ട്. ഒരു പഴുതും നിനക്ക് അടയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ എനിക്ക് നിന്റെ പേരിൽ കേസെടുക്കാം. പിന്നെ നിനക്ക് ഇന്ത്യയുടെ പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, ദേ വിശ്വാസവഞ്ചന കാണിച്ചതിനും ദേ ഇവൾക്കെതിരെ കേസെടുക്കണം സാറേ. അന്ന് ഞാൻ എത്ര നാള് സങ്കടപ്പെട്ട് നടന്നെന്നറിയാമോ? ഇവളെന്നെ പ്രണയിച്ചു, വഞ്ചിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി മിണ്ടാതിരിക്കുക. ഞാൻ എങ്ങനെയാ ശ്രുതി മിണ്ടാതിരിക്കുന്നത്? അപ്പോഴത്തേക്ക് പോലീസ് ഓഫീസർ പറഞ്ഞു, ഞാനിപ്പോ കേസ് രജിസ്റ്റർ ചെയ്ത് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കാനഡയിലേക്ക് പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പിന്നെ പ്ലീസ് സാറേ, എനിക്ക് ബിസിനസ് ആവശ്യത്തിനൊരു ലോണ് അപ്ലൈ ചെയ്യാനുണ്ട്, എനിക്ക് പോയേ പറ്റൂ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഓഹോ അപ്പൊ നിനക്ക് പൈസ തികഞ്ഞില്ലല്ലേ, ഇനിയും നിനക്ക് ലോണ് വേണമല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് വീണ്ടും പോലീസ് ഓഫീസർ പറയാണ്, ദേ നീലിമ, അവസാനമായിട്ട് ഞാൻ പറയാം, ഇപ്പൊ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്ത് ഞാൻ അറസ്റ്റ് ചെയ്താൽ കോടതി ഹാജരാക്കും. പിന്നെ നിന്റെ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. നീ ഇപ്പം ഏതോ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അത് നടക്കില്ല. കാനഡയിലേക്ക് പോകാനും പറ്റില്ല. പിന്നെ ഒരു ലോണ് നിനക്ക് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഒത്തുതീർപ്പിന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ മാത്രം നിനക്ക് ഇതെല്ലാം സാധിക്കും. നിനക്കെതിരെ വ്യക്തമായ തെളിവുള്ളത് കൊണ്ട് ഇവർക്ക് ഉള്ള ക്യാഷ് കൊടുക്കാൻ വേണ്ടി കോടതി വിധിക്കും. നീ കോടതിയിൽ നിന്ന് ക്യാഷ് കൊടുക്കേണ്ടിയും വരും. അതിനോടൊപ്പം തന്നെ നീ എന്ത് ചെയ്യും? നീ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലല്ല ജയിലിൽ കിടക്കേണ്ടി വരും. നിനക്ക് കാനഡയ്ക്ക് പോകാനും പറ്റില്ല. അപ്പൊ പിന്നെ നിനക്ക് ഇപ്പം പൈസ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് കാനഡയിലേക്ക് പോകുകയും ചെയ്യാം, നിനക്ക് നിന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇതേ ഇവളെ പോലെയുള്ള പെണ്ണുങ്ങളെ ഒന്നും പുറത്ത് വിലസി നടക്കാൻ വിടത്തില്ല, അത് വിടരുത്. ഞാനൊരു കാര്യം പറയാ, ഇവളെ ജയിലിൽ പിടിച്ച് പൂട്ടിയിട് സാറേ, ഇവളെ പുറത്തേക്ക് വിടരുത് എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്ക് നമ്മുടെ പോലീസുകാർ പറഞ്ഞു, ദേ ശ്രുതി, ഞാൻ പറയാ, ഇവളെ ജയിലിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പെട്ടെന്നൊന്നും നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല, ഇച്ചിരി താമസം എടുക്കും പൈസ കിട്ടാൻ. പിന്നെ നീലിമ, നിനക്ക് ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറലോകം കാണാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുത്തോ. വക്കീൽ സാർ ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി നീലിമേനെ കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വക്കീൽ നീലിമേനെ കൂട്ടിക്കൊണ്ടു പോവാണ്. പുറത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് നീലിമയോട് പറഞ്ഞു, ദേ നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ഈ കാനഡ എന്നുള്ള സ്വപ്നം അത് ഇല്ലാതാക്കണോ? അത് മാത്രമല്ല, നിങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കണോ? ഇതിലുണ്ടല്ലോ 6 വർഷം തടവ്, പിന്നെ എക്സ്ട്രാ ഒരു 5 ലക്ഷം രൂപ കൊടുക്കണം. അത് പോരാഞ്ഞിട്ട് 50 ലക്ഷം രൂപയും കൊടുക്കണം. അതോ ഇപ്പം പകുതി പൈസ എങ്കിലും കൊടുത്തിട്ട് ഒത്തുതീർപ്പാക്കുന്നോ? ഒരു 25 ലക്ഷം രൂപ അതങ്ങോട്ട് കൊടുത്ത് ഒത്തുതീർപ്പാക്കുക. എങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ പറയുന്ന 50 ലക്ഷം രൂപ നിങ്ങളുടെ വീട്ടിൽ നിന്നും എടുത്തോണ്ട് വന്നല്ലോ. ഇതവന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് അവൻ പറ്റിച്ചു മേടിച്ചു, അവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പറ്റിച്ചു മേടിച്ചു. ആ പൈസ അല്ലേ, എന്തിനാ നീലിമ ആ പൈസ കൈ വെച്ചോണ്ടിരിക്കുന്നത്? അതങ്ങോട്ട് കൊടുക്ക് എന്നിങ്ങനെ വക്കീല് പറയാ. ലാസ്റ്റ് നമ്മുടെ നീലിമയ്ക്ക് അത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ നീലിമ സമ്മതിക്കുകയാണ് 25 ലക്ഷമെങ്കിൽ 25 ലക്ഷം കൊടുക്കാന്ന്. ഇതിന്റെ ഇടയിലാണെങ്കിലോ നമ്മുടെ സച്ചിൻ രേവതി മറ്റേ ട്രാഫിക് എസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ രേവതി സച്ചിയോട്, ഇത് എന്ത് പറ്റി സച്ചേട്ട ഇതുവരെ വരാത്തത്? നമ്മൾ അവർക്ക് വേണ്ടി എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്കിനി തോന്നുമ്പോഴാണോ കയറി വരുന്നത്? എന്റെ പൂവൊക്കെ അതിനകത്തിരുന്ന് വാടിപ്പോവില്ലേ? അപ്പൊ സച്ചി പറഞ്ഞ്, രേവതി ഒന്നും മിണ്ടാതിരിക്കുക, നമ്മൾ ചെയ്ത തെറ്റിന് ഇനിയിപ്പോ അവരെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? എന്ത് തെറ്റ്? പിന്നെ നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി ഇട്ടത് അത്രമാത്രയ്ക്കും വലിയ തെറ്റാണോ? വലിയ കൊലക്കുറ്റത്തിന് കേസൊന്നും എടുക്കത്തില്ലല്ലോ. ഓ രേവതി, നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. പിന്നെ സഹിക്കുന്നതിന് ഒരു പരിധിയില്ല സച്ചിട്ട, ഇത് എത്ര നേരമായി അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്നൊക്കെ പറയാ. ഏതായാലും സച്ചി ഇത് കേട്ടിട്ട്, നമ്മുടെ രേവതിയുടെ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ട് ചിരിക്കാനും തോന്നുന്നുണ്ടോ കരയാനും തോന്നുന്നു, ആ അവസ്ഥയാണെന്ന് തോന്നുന്നു സച്ചിയല്ലേ പെട്ടു നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നമ്മുടെ നയനിയുടെയും മധുശന്റെയും കഥയാണ്. അപ്പൊ അതായിട്ട് ഇപ്പൊ വരാട്ടോ. അതുവരെ ടാറ്റാ ബൈ ബൈ, ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.